എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7/4/2025 UGC വിവരാവകാശം വഴി പറഞ്ഞ ഭാരതിയാർ സർവകലാശാലയുടെയും അണ്ണാമല സർവകലാശാലയുടെയും കാര്യമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയുടെ വർഷം തിരിച്ചുള്ള അംഗീകാര നില, അംഗീകൃത പ്രോഗ്രാമുകൾക്കൊപ്പം വിദൂര ഓൺലൈൻ മോഡ് വഴി വിദ്യാഭ്യാസം നൽകുന്നതിന് അംഗീകാരം നൽകുന്നത് ഇതിനകം UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നോട്ടീസ് ബോർഡിലെ അറിയിപ്പുകൾ ശ്രദ്ധാപൂർവം വായിച്ചുറപ്പാക്കുക. വിദൂര വിദ്യാഭ്യാസ രീതിയിലൂടെ നേടുന്ന ബിരുദങ്ങൾ കേന്ദ്ര സർക്കാർ ജോലിക്കോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും UGC മാനദണ്ഡങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ളതും എന്നിരുന്നാലും ഡിസ്റ്റൻസ് മോഡിലൂടെ നേടിയ യോഗ്യതയുടെ അനുയോജ്യത സംബന്ധിച്ച് ഒരു വീക്ഷണം എടുക്കുന്നത് ബന്ധപ്പെട്ട തൊഴിലുടമയുടെ സർവകലാശാലയുടെ സ്ഥാപനത്തിൻ്റെ അവകാശമാണ്. UGC വ്യക്തമായി ഈ വിവരാവകാശത്തിൽ പറയുന്നുണ്ട്. UGC DEB വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത സർവകലാശാലകൾക്ക് മാത്രമേ UGC അംഗീകാരമുള്ളൂവെന്ന്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് UGC വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് വേണം സർവകലാശാലകളിൽ പഠിക്കാനെന്നും പറയുന്നുണ്ട്. UGC വെബ്സൈറ്റിൽ ഇല്ലാത്ത സർവകലാശാലകൾ അംഗീകാരമില്ല. കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കോ മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒന്നും ആ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെന്ന് UGC എടുത്തു പറയുന്നു. സുപ്രീം കോടതി വെസ് ഛത്തീസ്ഗഡ് യാഷ്പാൽ കേസ്, അതിലെ വിധിന്യായത്തിലുള്ള പ്രധാന പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കോടതി പറഞ്ഞതാണ്, ബിരുദം നൽകിയാൽ മാത്രം പോരാ, ബിരുദം അംഗീകരിക്കപ്പെടണം എന്നാണ് ആവശ്യം. ഈ ആവശ്യത്തിനായി UGC നിയമത്തിലെ സെക്ഷൻ 22 പ്രകാരം ബിരുദം നൽകാനുള്ള അവകാശം കേന്ദ്ര നിയമം, പ്രവിശ്യ നിയമം അല്ലെങ്കിൽ സംസ്ഥാന നിയമം എന്നിവയാൽ സ്ഥാപിതമായതോ ആയ സർവകലാശാലയ്ക്കോ സെക്ഷൻ 3 പ്രകാരം സർവകലാശാലയായി കണക്കാക്കപ്പെടുന്ന സ്ഥാപനത്തിനോ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ വകുപ്പിൻ്റെ 3 പ്രകാരം ബിരുദം എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരത്തോടെ കമ്മീഷൻ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം വഴി വ്യക്തമാക്കുന്ന ഏതെങ്കിലും ബിരുദമാണ്. അത്തരം ബിരുദങ്ങളുള്ള മൂല്യവും പ്രാധാന്യവും അസിസ് ഭാഷ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ എയർ 1968 SC 662 എന്ന കേസിൽ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇവിടെ എല്ലാവരും വിചാരം തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ UPSC എക്സാം എഴുതാം, SSC എഴുതാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. UGC അംഗീകാരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് വെറും വ്യാജ സർട്ടിഫിക്കറ്റാണ്. UGC അംഗീകാരമുള്ള സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡുള്ളൂ. അല്ലാത്തതെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റിന് തുല്യമാണ്. UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ സർവകലാശാലയ്ക്ക് കേരളത്തിലെ സർവകലാശാലകൾ കാലിക്കറ്റ് ഉൾപ്പെടെ തുല്യത കൊടുത്തിട്ടുണ്ട്. അത് വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാര്യം UGC അംഗീകാരമില്ലല്ലോ, അപ്പോൾ വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ്. UGC അംഗീകാരമുള്ളതിന് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡാണ്, അല്ലാത്തതെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ഭാരതിയാറിൻ്റെ അണ്ണാമലയുടെയും കേസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അണ്ണാമല സർവകലാശാലയ്ക്ക് സുപ്രീം കോടതിയിൽ വക്കീൽ വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളും വക്കീലിനെ വെച്ചിട്ടുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അതേസമയം ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് സുപ്രീം കോടതിയിൽ അഭിഭാഷകനില്ല, വിദ്യാർത്ഥികളും കേസിന് പോയിട്ടില്ല. കേരള ഹൈക്കോടതിയിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ കേസിന് പോയി. അവരെ കേസെല്ലാം കോടതി തള്ളിയിട്ടുണ്ട്. കോടതി പറയുന്നത് സുപ്രീം കോടതി ഫൈനൽ ഡിസിഷൻ, സുപ്രീം കോടതിയാണ് എല്ലാം തീരുമാനം എടുക്കുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അണ്ണാമല സർവകലാശാലയിൽ പഠിച്ചവരും പോയിട്ടുണ്ടായിരുന്നു കേരള ഹൈക്കോടതി. പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തവർക്കും വാലിഡല്ല, എടുക്കാൻ പോയവരടുത്തും കോടതി ഒരേ സ്വരത്തിൽ പറഞ്ഞത് വെയിറ്റ് സുപ്രീം കോടതി ഫൈനൽ ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഫൈനൽ ജഡ്ജിമെൻറ്റ് വന്ന് UGC വെബ്സൈറ്റിൽ ഭാരതിയാർ അണ്ണാമല ഉൾപ്പെടെ എല്ലാ സർവകലാശാലകളും ലിസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ സർട്ടിഫിക്കറ്റുകളും വ്യാജ സർട്ടിഫിക്കറ്റായിട്ട് തന്നെ കണക്കാക്കാം. അതിൽ യാതൊരു സംശയവുമില്ല.